കള്ളൻ കള്ളൻ പിടിക്കേ. അവനിന്റെ ചെയിൻ പൊട്ടി ചോടുന്നു. ആരെങ്കിലും ആ കള്ളനെ ഒന്ന് പിടിക്കണേ. കള്ളൻ കള്ളൻ. പോലീസ് 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 മാഡം, നിങ്ങൾ എവിടെയാണ്? ആ കള്ളനെ പിടിക്കണേ. എന്റെ കാശ് മൊത്തം അവൻ കൊണ്ടുപോയേ. ആർക്കും എന്നെ ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ല ചേട്ടാ. ഈ ബബ്ബന്റെ ചക്രവണ്ടി ഒരു മഹാസംഭവമാണ്. ആർക്കും പറ്റില്ല പിടിക്കാൻ. ഇത് വളരെ ഇടുങ്ങിയ പാതയാണ്. നമ്മുടെ സ്കൂട്ടർ കൊണ്ടുപോയാ ഇതിനകത്ത് കുടുങ്ങിയ തന്നെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ മാത്രം പോയിക്കോളാം. എടാ കൊച്ചേർക്ക, എനിക്കൊരു ലിഫ്റ്റ് തരൂ. ഓ പോലീസ് മാഡം, നിങ്ങളുടെ ജീപ്പ് കാണുന്നില്ലല്ലോ. എടാ കൊച്ചേർക്ക, ഞാൻ നിന്നോട് ലിഫ്റ്റ് അല്ലേ ചോദിച്ചുള്ളൂ. സോറി. നീ എന്താടാ ചെയ്ത് ചെറുക്ക? എന്റെ ചെവിന്ന് വിടാൻ, ചെവിന്ന് വിടെ ചെറുക്ക, വിടാൻ. എന്റെ അനന്തരവാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ മാമനുള്ളപ്പോ അനന്തരവൻ എന്തെങ്കിലും സംഭവിക്കോ? അമ്മവാ, ഇതാ മോഷണം പോയ സാധനങ്ങൾ. പക്ഷെ കള്ളൻ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. ഇന്നവൻ രക്ഷപ്പെട്ടു, പക്ഷെ അധിക ദിവസം ഇങ്ങനെ തുടരാൻ പറ്റില്ല. ഇൻസ്പെക്ടർ മാഡം, ഇൻസ്പെക്ടർ മാഡം, എന്റെ വിലപിടിപ്പുള്ള ലാപ്ടോപ്പ് മോഷണം പോയി മാഡം. മാഡം, ഒരു ടയറുള്ള സൈക്കിളിൽ വന്ന കള്ളൻ എന്റെ പണം മാഡം, എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ച് തരണം മാഡം. പ്ലീസ് മാഡം, മാഡം, കള്ളൻ മാഡം. ഓയ് ബല്ലേ, അമ്മാവ അനന്തരവാ, ആ ബബ്ബൻ കള്ളനെ പിടിക്കാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്ക്. ഐഡിയ, ഞാനൊരു പ്ലാന് പറഞ്ഞു തരാം. എല്ലാവരും ഇങ്ങ് അടുത്ത് വരൂ. ഓ, ഗുഡ് ഐഡിയ തന്നെ അനന്തരവാ. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാൻ നോക്കാം. ഭയങ്കര വിശപ്പുണ്ട് എനിക്ക്. ഇവിടെ ഇത്രയും സീരിയസ് ആയ മാറ്റർ നടന്നുകൊണ്ടിരിക്കുക. തനിക്കെപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ബബ്ബൻ പിടിക്കപ്പെടുന്നത് വരെ ഇനി ഇവിടെ ആരും ഭക്ഷണം കഴിക്കാൻ പാടില്ല. മമ്മി, ആ ഭക്ഷണം ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്ക്. ഒരവസരം കിട്ടാൻ കാത്തു നിൽക്കുന്ന പിശുക്കൻ. ഇൻസ്പെക്ടർ മാഡം, നിങ്ങൾ എന്തിനാ ശരിക്കുമുള്ള സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നത്? ആ ബബ്ബൻ ഇതും മോഷ്ടിക്കുകയാണെങ്കിൽ പിന്നീട് അതും ഒരു തലവേദനയായി മാറില്ലേ? നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമല്ല മാവ. കൂട്ടിനകത്ത് എലി വന്ന് ചാടണമെങ്കിൽ അതിനുള്ള ഭക്ഷണം എടുത്ത് വെച്ചല്ലേ പറ്റൂ. ഇനിയുള്ള ആയുസ് മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ ഞാൻ അവനെ ചവിട്ടാൻ പോകുന്നത് കണ്ടോ. ആ കള്ളനെ പിടിക്കോ. എന്റെ ഈ ആയുഷ്കാലത്തെ സമ്പാദ്യം അത്രയും കള്ളം മോഷ്ടിച്ചോണ്ട് പോയേ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ. ഈ ബബ്ബന്റെ ഒറ്റ ചക്രവണ്ടിയുടെ അത്ഭുതമാണിത്.
ആ കള്ളന്റെ പൊടി പോലും കാണുന്നില്ലല്ലോ. ആ ബബ്ബൻ എത്ര വേഗത്തിലാ പായുന്നേ. അവനിത് എവിടെ പോയി? ഒരു അടയാളം പോലും കാണുന്നില്ലല്ലോ. പോലീസ് മാഡം, നമുക്ക് കോജി അങ്കിളിന്റെ സഹായം വേണ്ടിവരും. എല്ലാവരും ഈ കണ്ണടകൾ വെച്ചോളൂ. ഇത് ധരിച്ചു കഴിഞ്ഞാലേ തറയിൽ പതിഞ്ഞിട്ടുള്ള ചെറുതും വലുതുമായുള്ള എല്ലാ ടയറുകളുടെയും അടയാളം കാണാൻ സാധിക്കും. അത് പരിശോധിച്ച് ആ ബബ്ബന്റെ ലൊക്കേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കൂ. വെരി സിമ്പിൾ. ദേ ഘോജി സാർ എല്ലാം സിമ്പിൾ ആണെന്നും പറഞ്ഞ് സ്ഥലം വിട്ടു. ഇക്കണ്ട ടയറുകളുടെ അടയാളത്തിൽ നിന്ന് ബബ്ബന്റെ സൈക്കിളിന്റെ ടയർ അന്വേഷിക്കുന്നത് എങ്ങനെയാണ്? ടയർ അടയാളം എങ്ങനെ കണ്ടെത്തും? ഈ അടയാളങ്ങളൊക്കെ വലിയ വണ്ടിയുടെ അമ്മാവാ. നമുക്ക് സൈക്കിൾ ടയറിന്റെ ചെറിയ അടയാളമാ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 100 കണക്കിന് സൈക്കിൾ ടയറിന്റെ അടയാളങ്ങൾ ഉണ്ടല്ലോ. ബബ്ബന്റെ സൈക്കിള് നോർമൽ സൈക്കിൾ പോലെയല്ലല്ലോ. നോർമൽ സൈക്കിളിന്റെ ടയറുകൾ ട്രീവൺ പോലെ കൂടിച്ചേർന്നുണ്ടാവാ. ബബ്ബന്റെ സൈക്കിൾ ഒരു മോണോ സൈക്കിളാണ്. അത് ഒരു ചക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. സിംഗിളായി പോകുന്ന ഏതെങ്കിലും ടയറിന്റെ അടയാളമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എടാ ബബ്ബൻ, നിന്റെ കളിയൊക്കെ അവസാനിക്കാറായി. ഇനി എന്റെ കളിയാ തുടങ്ങാൻ പോന്ന്. നോക്കൂ, ഇവിടെ അടയാളം കാണുന്നുണ്ട്. ഇത് കാടിന്റെ ഉള്ളിലേക്കാ പോകുന്നത്. എടാ ബബ്ബൻ, നിന്റെ കളി അവസാനിക്കാറായടാ. നീ എന്റെ കയ്യിൽ കുടുങ്ങാൻ പോവാ. അല്ല, നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് ഒരിക്കലും ഈ ബബ്ബനെ പിടിക്കാൻ കഴിയില്ല. അതെ ഇൻസ്പെക്ടർ മാഡം, തിരിഞ്ഞും പറഞ്ഞും നോക്കരുത്. ഫുൾ സ്പീഡിൽ അങ്ങോട്ട് പറപ്പിച്ച് വിട്ടോ. റെഡി? അയ്യോ അമ്മാവാ, നിങ്ങൾ എന്ത് പണിയാ കാണിക്കുന്നേ? നിക്കടെ അവിടെ പെരുങ്കള്ള കട്ട് തിന്നുന്നവന്. നിക്കടെ അവിടെ, നീ എന്റെ മേക്കപ്പ് നശിപ്പിക്കല്ല പറഞ്ഞേക്കാട്ടാ. ബഹദൂറെ, വേഗം കണ്ണാടി ഇങ്ങെടുക്ക, എന്റെ മേക്കപ്പ് ശരിയാക്കട്ടെ. അമ്മാവ, ആ ബബ്ബനെ ഒന്ന് പിടിക്കേ. ഞാനൊന്ന് മേക്കപ്പ് ടച്ചപ്പ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞില്ലേ? അമ്മാവാ, വേഗം വരൂ. ഇൻസ്പെക്ടർ മാഡം ഈസ് ബാക്ക്. വരൂ, വേഗം വരൂ, വന്ന് പിടിക്ക്. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ. ഈ ബബ്ബന്റെ ഒറ്റചക്ര വണ്ടിയുടെ അത്ഭുതമാണിത്. അമ്മാവാ, എങ്ങനെങ്കിലും നമ്മളെ ബബ്ബനെ തടഞ്ഞേ മതിയാവൂ. നമുക്ക് ഈ സ്കൂട്ടറും കൊണ്ട് ഈ വഴി പോവാനേ പറ്റില്ല. ഓ, എന്നെ ഇവിടെ ഇട്ടേച്ച് പോവാണോ? അമ്മാവാ, ഒന്ന് പതുക്കെ വണ്ടി ഓടിക്കണേ. ചെറിയൊരു പിഴവ് മതി, നമ്മള് നേരെ മേലോട്ട് പോവേണ്ടി വരും. മാഡം, ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് എന്റെ റൈഡിംഗ് സ്കില്ല് കാണിച്ചു തരാം നിങ്ങക്ക്. ഗുഡ് ബൈ. വരൂ, ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചു കാണിക്ക്. ഓ അയ്യോ അനന്തരവാ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അയ്യോ അമ്മാവാ, മുന്നിലത്തെ കൊക്കയാണ്. വേഗം ബ്രേക്ക് പിടിക്കൂ.
പോലീസ് മാഡം റെഡി ഫോർ ലാൻഡിംഗ്. എടാ ബബ്ബൻ, നിന്റെ കളി ഇത് അവസാനിച്ചിരിക്കുന്നു. ഇനി നീ ആയുഷ്കാലം മുഴുവനും ജയിലിൽ കിടന്ന് ചക്രം കറക്കിക്കൊണ്ടിരുന്നോടാ. കേട്ടോടാ മോനെ? ഉപ്പതിനവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? ഓക്കെയാണ് അനന്തരവാ.